കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാറിൽ 100 മീറ്ററോളം കയറ്റം കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കയറിപ്പോയതിന്റെ തെറ്റെന്താണ്? അവിടെ നിന്നൊരു 150 മീറ്റർ ദൂരമുള്ളെങ്കിലും നല്ല കുത്തനെ കയറ്റമാണ്. ആ കുത്തനെ കയറ്റത്തിൽ ഞങ്ങളെല്ലാവരും നടന്നു. ഇത്രയും പ്രായമായ മനുഷ്യൻ ആ വണ്ടി വന്ന് കയറി. കേരളത്തിലെ മുഖ്യമന്ത്രി ഇറക്കി വിടണം. ഇപ്പോൾ MK മുനീർ പറഞ്ഞതുപോലെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ പറഞ്ഞതുപോലെ, ഇത്തരം പ്രയാസഘട്ടങ്ങളിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി NSS ജനറൽ സെക്രട്ടറി ആരോഗ്യപരമായ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹത്തെ കാണാൻ പെരുന്നയിൽ പോയത് വസ്തുതയാണ്. അതെന്താണ്, ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഷാള് പുതപ്പിച്ച കാര്യം പറഞ്ഞതെന്നാണ് എനിക്ക് സംശയം. രണ്ടാമത് പറഞ്ഞത് ബഹുമാന്യ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയാണ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ട്. ബഹുമാന്യ മുഖ്യമന്ത്രി തലേദിവസം തന്നെ പമ്പ ഗസ്റ്റ് ഹൗസിൽ എത്തി. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒരുങ്ങി തയ്യാറായി ഈ സമ്മേളന വേദിയിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി സാറോട് എത്തി. ഞാനാണ് മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത്. ഈ മുറിയിൽ മുഖ്യമന്ത്രി ഉണ്ട്, ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാർ അപ്പുറത്ത് വെയിറ്റ് ചെയ്തു. അവിടെ നിന്നൊരു 150 മീറ്റർ ദൂരമുള്ളെങ്കിലും നല്ല കുത്തനെ കയറ്റമാണ്. ആ കുത്തനെ കയറ്റത്തിൽ ഞങ്ങളെല്ലാവരും നടന്നു. ഇത്രയും പ്രായമായ മനുഷ്യൻ ആ വണ്ടി വന്ന് കയറി. കേരളത്തിലെ മുഖ്യമന്ത്രി ഇറക്കി വിടണം. എന്ത് തെറ്റാണ് അതിനകത്തുള്ളത്? അതേ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി കേരളത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഇന്ന് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാത്തതിന്റെ കാരണം ശ്രീനാരായണ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളല്ലേ, അല്ല അയ്യങ്കാളി ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളല്ലേ? ജാതിയും മതത്തിനും അപ്പുറം മാനുഷിക പരിഗണനയും മനുഷ്യസ്നേഹവും ഈ നാട്ടിൽ ഉയർത്തണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യമുള്ള SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി, വ്യക്തിപരമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാറിൽ 100 മീറ്ററോളം കയറ്റം കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കയറിപ്പോയതിന്റെ തെറ്റെന്താണ്? അതൊരിക്കൽ ഉന്നയിച്ചാൽ അത് മനസ്സിലായി. പക്ഷെ അടിക്കടി ഉന്നയിക്കുന്നു. ഇവിടെ പ്രശ്നം എന്താ? അത് ഉന്നയിച്ച വേദി ഒരു മതവിഭാഗത്തിന്റെ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിലാണെന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രാധാന്യം ഞാൻ കാണുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മതസൗഹാർദ്ദത്തെ തകർത്ത് എങ്ങനെയും 10 വോട്ട് കിട്ടണം. ആ വേദിയിൽ കയ്യടി കിട്ടാൻ വേണ്ടി പിണറായി വിജയന്റെ കാറിൽ 2 സമുദായ നേതാക്കന്മാർ, ഒരാൾ കയറി ഒരാളെ ഷാളിട്ടു എന്ന് പറഞ്ഞാൽ, വിദ്വേഷം കുത്തി നിറച്ചാൽ ആ ജനവിഭാഗത്തിന്റെ കയ്യടി തങ്ങൾ കിട്ടുമെന്നുള്ള ഏറ്റവും മ്ലേച്ഛമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേവലം 10 വോട്ടിന് വേണ്ടി കാണിച്ച ഏറ്റവും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമം അപലപനീയമാണ്. ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം. ആ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക.